അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 3 വെള്ളിയാഴ്ച. അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി തന്നെ സ്ഥാനാർത്ഥിയായേക്കുമെന്ന് സൂചന. ഇന്ന് രാഹുലിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ വൻ റോഡ് ഷോ ഉണ്ടാകുമെന്നും റോഡ് ഷോയ്ക്ക് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഉണ്ടായേക്കുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇതിനായി ഒരുക്കങ്ങൾ ആരംഭിച്ചതായാണ് വിവരം. അതേസമയം കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. കോൺഗ്രസിന്റെ രാജകുമാരനെ പ്രധാനമന്ത്രിയാക്കാൻ പാകിസ്ഥാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണെന്നും പാകിസ്ഥാന്റെ അനുയായിയാണ് കോൺഗ്രസ് പാർട്ടിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇമ്രാൻഖാൻ സർക്കാരിലെ മന്ത്രിയായിരുന്ന ചൌധരി ഫവാദ് ഹുസൈൻ രാഹുലിനെ പ്രശംസിച്ചതിന് പിന്നാലെയാണ് മോദിയുടെ പ്രതികരണം. 400 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത പ്രജ്വൽ രേവണ്ണ എന്ന കുറ്റവാളിയെ രാജ്യം വിടാൻ അനുവദിച്ചതാണ് മോദിയുടെ ഗ്യാരണ്ടിയെന്നും കയ്യിൽ ഇന്റലിജൻസും കസ്റ്റംസും IBയും ഉണ്ടായിട്ടും പ്രജ്വലിനെ മോദി രാജ്യം വിടാൻ അനുവദിച്ചുവെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഒരു സമൂഹ ബലാത്സംഗം നടത്തിയ കൊടുംകുറ്റവാളിക്ക് പിന്തുണ പ്രഖ്യാപിച്ച മോദി ജനങ്ങളോട് മാപ്പ് പറയണമെന്നും രാഹുൽ പറഞ്ഞു. ഉഷ്ണതരംഗ സാധ്യതയെ തുടർന്ന് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെയും ആയുഷ് വകുപ്പിലെയും മുഴുവൻ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും മെയ് 6 വരെ ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ലെന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നേരത്തെ മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകിയിരുന്നു. കടുത്ത ചൂട് അനുഭവപ്പെടുന്ന ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഇന്നും ഉയർന്ന രാത്രി താപനില തുടരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണെന്നും പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. KSRTC ബസ് ഡ്രൈവറുമായുണ്ടായ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെ വേട്ടയാടുകയാണെന്ന് DYFI പ്രസിഡന്റ് V വസീഫ്. KSRTC ഡ്രൈവറെ മേയർക്കോ MLAക്കോ മുൻപരിചയമില്ല, ഉണ്ടായത് സ്വാഭാവിക പ്രതികരണം മാത്രമെന്നും V വസീഫ് പറഞ്ഞു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ പോലീസിനെ വിമർശിച്ച് M വിൻസെന്റ് MLA. KSRTC ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ മടിക്കുകയാണെന്നും കേസെടുക്കാൻ തയ്യാറാകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും അല്ലാത്തപക്ഷം കോടതിയെ സമീപിക്കുമെന്നും M വിൻസെന്റ് MLA പറഞ്ഞു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ഔദ്യോഗിക മൊബൈൽ ഫോണിലേക്ക് മോശം സന്ദേശം അയച്ചയാൾ പിടിയിൽ. എറണാകുളം സ്വദേശി ശ്രീജിത്തിനെയാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. KSRTC ഡ്രൈവർ യദുവിന്റെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. KSRTC ബസ് നടുറോഡിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത കന്റോൺമെന്റ് SHOക്കെതിരെയും അന്വേഷണം നടത്തും. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും KSRTC മാനേജിംഗ് ഡയറക്ടറും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K ബൈജുനാഥ് ഉത്തരവിട്ടു. യുവജനങ്ങൾ വളർന്നുവരുന്നതിൽ അസ്വസ്ഥരാകുന്നവരാണ് തന്നെ ആക്രമിക്കുന്നതെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. മോശമായൊരു ഇടപെടൽ ഉണ്ടായപ്പോൾ തന്നെ പ്രതികരിക്കാനാണ് ശ്രമിച്ചതെന്നും ഭാവി നോക്കിയല്ല പ്രതികരിച്ചതെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 3 സീറ്റുകളിൽ ജയിക്കുമെന്ന് CPI എക്സിക്യൂട്ടീവ് കമ്മിറ്റി. തൃശൂരും മാവേലിക്കരയിലും ജയം ഉറപ്പാണ്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയും കമ്മിറ്റി വിലയിരുത്തി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വൻതോതിൽ ഇടിയുമെന്നും LDFന് 12 സീറ്റ് കിട്ടുമെന്നും CPI കണക്കുകൂട്ടുന്നു.
പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായേക്കാമെങ്കിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടേക്കാമെങ്കിലും ആദർശം കൈവിടരുതെന്നും സമസ്തയിൽ അടിയുറച്ചു നിൽക്കണമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ലീഗിനെതിരെ സംസാരിച്ച മദ്രസ അധ്യാപകനെ പുറത്താക്കിയ സാഹചര്യത്തിലാണ് പ്രതികരണം. മുന്നറിയിപ്പില്ലാതെ അവധിയെടുത്ത പത്തനാപുരം ഡിപ്പോയിലെ 14 KSRTC ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി. കൂട്ട അവധിയെടുത്തതിന് 16 സ്ഥിരം ഡ്രൈവർമാർക്ക് സ്ഥലം മാറ്റവും നൽകി. 4 കരാർ ജീവനക്കാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ ഓഫീസ് പുറത്തിറക്കിയ കുറിപ്പിലാണ് നടപടിയെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നത്. SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ഇന്നലെയും അന്തിമവാദം തുടങ്ങിയില്ല. ജഡ്ജിമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചിൽ 110 നമ്പർ കേസായിട്ടാണ് ലിസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കേസിൽ വാദം തുടരുന്നതിനാൽ ലാവ്ലിൻ അടക്കമുള്ള കേസുകൾ ഇന്നലെയും പരിഗണിച്ചില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതിക്കെതിരെ കൊടുത്ത പരാതിയിലെ അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകാൻ IG കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഇതോടെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ 12 ദിവസമായി സമരം ചെയ്തു വരുന്ന ICU പീഡന കേസിലെ അതിജീവിത സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് അനിൽ ആന്റണി പണം വാങ്ങിയെന്ന ആരോപണം ആവർത്തിച്ചും ഈ വിവരം പ്രമുഖ നേതാവടക്കം 3 പേരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. അനിൽ ആന്റണി ഇത് നിഷേധിച്ചാൽ പേരുകൾ പുറത്തുവിടുമെന്നും PJ കുര്യൻ പറഞ്ഞു. PJ കുര്യനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അനിൽ ആന്റണി പ്രതികരിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കിലോമീറ്റർ നീളമുള്ള പുലിമുട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. കണ്ടെയ്നറുകൾ എത്തിച്ച് ചരക്കുകളുടെ കയറ്റിറക്കൽ നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ട്രയൽ റൺ ജൂൺ 2ാം വാരത്തോടെ നടത്തുമെന്നും തുടർന്ന് അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിംഗ് ചെയ്യുമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. പ്രഥമ പരിഗണന സുരക്ഷിതത്വത്തിന് എന്ന ഉദ്ദേശത്തോടെയാണ് കോവാക്സിൻ വികസിപ്പിച്ചതെന്നും കോവാക്സിന് പാർശ്വഫലങ്ങളൊന്നുമില്ലെന്നും വ്യക്തമാക്കി ഭാരത് ബയോടെക്. കോവിഷീൽഡ് വാക്സിൻ പാർശ്വഫലങ്ങൾക്ക് ഇടയാക്കുമെന്ന് നിർമ്മാതാക്കളായ ആസ്ട്രാസെനക്ക അറിയിച്ചതിന് പിന്നാലെയാണ് കോവാക്സിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഭാരത് ബയോടെക് വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഡീപ് ഫേക്ക് വീഡിയോ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് IT സംഘത്തിലെ 5 പേരെ ഹൈദരാബാദിൽ നിന്ന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. തെലങ്കാനയിലെ മുസ്ലിം സംവരണം എടുത്തുകളയുമെന്ന പ്രസംഗത്തിൽ SC ST OBC സംവരണം അവസാനിപ്പിക്കും എന്ന് പറയുന്നതായി കാണിക്കുന്ന വ്യാജ വീഡിയോയാണ് വിവാദത്തിലായത്. കോൺഗ്രസ് വ്യാജ വീഡിയോകളിലൂടെ പ്രചാരണം നടത്തിയെന്ന പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് രാജീവ് ചന്ദ്രശേഖറും സുധാംശു ത്രിവേദിയും. കോൺഗ്രസ് പ്രചാരണം നടത്തിയിട്ടുള്ളത് കള്ളങ്ങളെ കേന്ദ്രീകരിച്ചാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇതിന് നേതൃത്വം നൽകിയെന്നും പരാതിയിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പ്രജ്വൽ രേവണ്ണയുടെ ഫോണിൽ നിന്ന് ദൃശ്യങ്ങൾ ചോർത്തി നൽകിയെന്ന് വെളിപ്പെടുത്തിയ ഡ്രൈവർ കാർത്തിക് റെഡ്ഡിയെ കാണാനില്ല. നേരത്തെ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് കാർത്തിക് റെഡ്ഡി പുറത്തുവിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു. മൊഴി നൽകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് കാർത്തിക് റെഡ്ഡിയെ കാണാതായത്. 14 പതഞ്ജലി ഉൽപ്പന്നങ്ങളുടെ ലൈസൻസ് റദ്ദാക്കി ഉത്തരാഖണ്ഡ് സർക്കാർ. 1954 ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് പ്രകാരമാണ് നടപടി. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ കാരണമാണ് നടപടിയെന്നാണ് സർക്കാർ വിശദീകരണം. ഇവയിൽ 13 എണ്ണവും പതഞ്ജലിയുടെ അനുബന്ധ സ്ഥാപനമായ ദിവ്യ യോഗ ഫാർമസിയുടേതാണ്. റായ്ബറേലിയിലെയും കൈസർഗഞ്ചിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BJP. ദിനേശ് പ്രതാപ് സിംഗ് ആണ് റായ്ബറേലിയിൽ മത്സരിക്കുക. ലൈംഗിക അതിക്രമ കേസ് നേരിടുന്ന ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷണാണ് കൈസർഗഞ്ചിൽ സ്ഥാനാർത്ഥി. കൈസർഗഞ്ചിൽ ബ്രിജ്ഭൂഷണിന്റെ മകന് സീറ്റ് നൽകിയ BJP നടപടിക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ച് ഗുസ്തി താരം സാക്ഷി മാലിക് രംഗത്തെത്തി. രാജ്യത്തെ പെൺമക്കൾ തോറ്റു, ബ്രിജ്ഭൂഷൺ ജയിച്ചു എന്നാണ് സാക്ഷി പ്രതികരിച്ചത്. രാജ്യത്തെ കോടിക്കണക്കിന് പെൺമക്കളുടെ മനോവീര്യം BJP തകർത്തെന്ന് പറഞ്ഞ സാക്ഷി മാലിക് ഒരു വ്യക്തിക്ക് മുന്നിൽ രാജ്യത്തെ സർക്കാർ ഇത്ര ദുർബലമാണോ എന്നും ചോദിച്ചു. 2023 നികുതി റിട്ടേൺ ഫയൽ ചെയ്യാത്തവരുടെ 5 ലക്ഷത്തിലേറെ സിം കാർഡുകൾ ബ്ലോക്ക് ചെയ്ത് പാകിസ്ഥാൻ. അതേസമയം 2023 നികുതി റിട്ടേൺ ഫയൽ ചെയ്താൽ ഉടൻ ബ്ലോക്ക് ചെയ്യപ്പെട്ട സിം കാർഡുകൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ഫെഡറൽ ബോർഡ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ആവേശം അവസാന ഓവർ വരെ നീണ്ടുനിന്ന IPLലെ ഇന്നലത്തെ മത്സരത്തിൽ അവസാനത്തെ പന്തിൽ രാജസ്ഥാൻ റോയൽസിനെ 1 റണ്ണിന് കീഴടക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ്.
ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 76 റൺസ് എടുത്ത നിതീഷ് കുമാർ റെഡ്ഡിയുടെയും 58 റൺസ് എടുത്ത ട്രാവിസ് ഹെഡിന്റെയും മികവിൽ 3 വിക്കറ്റിന് 201 റൺസ് എടുത്തു. കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നെത്തിയ രാജസ്ഥാന് ജോസ് ബട്ട്ലറെയും സഞ്ജു സാംസണെയും ആദ്യ ഓവറിൽ തന്നെ നഷ്ടപ്പെട്ടു. തുടർന്ന് 67 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളും 77 റൺസ് എടുത്ത റിയാൻ പരാഗും വിജയപ്രതീക്ഷ നൽകിയെങ്കിലും അവസാന ഓവറിലെ അവസാന പന്തിൽ 1 റൺസ് അകലെ രാജസ്ഥാന് വിജയം കൈവിടുകയായിരുന്നു. ആദ്യ ഓവറിൽ തന്നെ 2 വിക്കറ്റ് എടുക്കുകയും അവസാന ഓവറിൽ 13 റൺസ് പ്രതിരോധിക്കുകയും അവസാന പന്തിൽ വിക്കറ്റ് എടുക്കുകയും ചെയ്ത ഭുവനേശ്വർ കുമാറാണ് ഹൈദരാബാദിന്റെ വിജയശില്പി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.